ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല. പാകിസ്ഥാൻ വൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് അമേരിക്ക അറിയിച്ചത്. പ്രതിപക്ഷത്തിന്റെ വിശ്വാസം പാക് പ്രചാരണങ്ങളെന്നും ലോക്സഭയിൽ നരേന്ദ്രമോദി പറഞ്ഞു. ये दुर्भाग्य है कि मेरे देश के वीरों के पराक्रम को कांग्रेस का समर्थन नहीं। क्या मजा ले रहे थे, उनको लगता है वाह बाजी मार ली। उनको पहलगाम के निर्दोष लोगों की हत्या में भी वो अपनी राजनीति तराशते थे. അതേസമയം പഹൽഗാം ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചെന്നായിരുന്നു ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സുപ്രധാന പ്രഖ്യാപനം. ഇന്നലെ വധിച്ച 3 പേരും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരെന്ന് തെളിവ് നിരത്തി അമിത്ഷാ വ്യക്തമാക്കി. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. हमारे प्रवासियों को, नागरिकों को मारा था. ये तीनों आतंकवादी ये थे और तीनों मारे गए. മനു അഖിലൻ നൽകും വിവരങ്ങൾ. മനു, വലിയ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുപോലെ തന്നെ അമിത്ഷായുടെ സുപ്രധാന പ്രഖ്യാപനം ഇന്നുണ്ടായി. എന്തൊക്കെയാണെന്ന് സഭയിൽ സംഭവിച്ചത് വിശദമായി പറയാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്കാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 3 പേരെ വധിച്ച കാര്യം ഇന്ന് ലോക്സഭയിൽ അമിത്ഷാ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നലെ സുരക്ഷാ സേന വധിച്ച 3 പേരും പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നുള്ള തെളിവ് നിർത്തിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ഓപ്പറേഷൻ മഹാദേവിന്റെ വിശദീകരണത്തിനിടെയുണ്ടായ പ്രതിപക്ഷ ബഹളത്തെയും രൂക്ഷമായ ഭാഷയിലാണ് അമിത്ഷാ വിമർശിച്ചത്. കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നുവെന്നായിരുന്നു അമിത്ഷായുടെ ആരോപണം. അതേസമയം പഹൽഗാമിലുണ്ടായ സുരക്ഷാ പാളിച്ചകളും ഇന്റലിജൻസ് വീഴ്ചയും എടുത്തു കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ തിരിച്ചടി. കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ചോദ്യമുന്നിൽ നിർത്തുകയായിരുന്നു പ്രതിപക്ഷം. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗം. ആക്രമണം നടക്കുന്ന സമയത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും പഹൽഗാമിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഇന്റലിജൻസ് ഏജൻസിക്കും ഈ ആക്രമണത്തിന്റെ വിവരം നേരത്തെ അറിഞ്ഞിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നും പ്രിയങ്ക ചോദിച്ചു. പഹൽഗാമിലുണ്ടായ ഇന്റലിജൻസ് വീഴ്ചയും സുരക്ഷാ പാളിച്ചയും രാജ്യസഭയിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തിയിരുന്നു. കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. 30 മിനിറ്റ് കൊണ്ട് കേന്ദ്രം കീഴടങ്ങി. രാജ്യത്തെ സേനകളുടെ കൈകൾ സർക്കാർ ബന്ധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കുണ്ടായ മുഴുവൻ നഷ്ടങ്ങളുടെയും ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നും രാഹുൽ തുറന്നടിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥനായെന്ന ട്രംപിന്റെ അവകാശവാദവും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചു. 29 തവണയാണ് വെടിനിർത്തലിന് മധ്യസ്ഥനായെന്ന് ട്രംപ് പറഞ്ഞത്. പഹൽഗാം ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രത്തെ ട്രംപ് വിരുന്നിന് ക്ഷണിച്ചു. ഇതിൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകിക്കൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ മോദി ആഞ്ഞടിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനകളുടെ വിജയോത്സവമാണ് ആഘോഷിക്കേണ്ടതെന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. 3 രാജ്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണച്ചുവെന്ന് മോദി പറഞ്ഞു. പഹൽഗാമിന് ശേഷം കോൺഗ്രസ് രാജ്യത്തെ പരിഹസിക്കുന്നുവെന്നായിരുന്നു മോദിയുടെ പ്രധാന വിമർശനം. വെടിനിർത്തലിലെ ട്രംപിന്റെ അവകാശവാദം ഉൾപ്പെടെ മോദി തള്ളുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ഒരു നേതാവും യുദ്ധം നിർത്താൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മോദി രാഹുലിന് മറുപടി നൽകി. മെയ് 9 US വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് മോദി സഭയിൽ പറഞ്ഞു. എന്നാൽ തിരക്ക് മൂലം ഫോൺ കോളുകൾ സ്വീകരിക്കാനായില്ല. തിരിച്ചു വിളിച്ചപ്പോൾ പാകിസ്ഥാൻ വൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നായിരുന്നു JD വാൻസ് അറിയിച്ചിരുന്നത്. ആക്രമിച്ചാൽ അതിലും വലിയൊരു പ്രത്യാക്രമണം തിരിച്ചു നൽകുമെന്ന് മറുപടി നൽകിയെന്നും മോദി പറയുന്നുണ്ട്. വെടിനിർത്തലിനായി പാകിസ്ഥാനാണ് ഇങ്ങോട്ട് കേണപേക്ഷിച്ചതെന്നും മോദി ഇന്ന് സഭയിൽ വ്യക്തമാക്കി. പാക് പ്രൊപ്പഗണ്ടകളുടെ ഒരു വക്താക്കളായി കോൺഗ്രസ് അധപ്പതിക്കുന്നുവെന്നായിരുന്നു മോദിയുടെ ഒരു പരിഹാസം. POKയിലും സിന്ധു നദീജല കരാറിലും ഉൾപ്പെടെ നെഹ്റുവിനെയും മുൻകാല കോൺഗ്രസ് സർക്കാരുകളെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. മനു അഖിലാണ് വിവരങ്ങൾ നൽകിയത്.